ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു റെസിപ്പിയാണ്. ഓക്കെ, നമുക്കിന്ന് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പേര് ഇമാദാഷി എന്നാണ്. ഓക്കെ, ഇതിനിപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വേണം, എന്തൊക്കെ വേണമെന്നുള്ളത് നമുക്ക് പച്ചമുളക് വേണം, പിന്നെ വെളുത്തുള്ളി വേണം, പിന്നെ എന്താണിത് നമ്മുടെ കുരുമുളക് വേണം, പിന്നെ ബട്ടർ വേണം. ഓക്കെ, ഇത് ഞാൻ ഇത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതുപോലെ അരിഞ്ഞു വെക്കണം. അരിഞ്ഞു വെച്ചിട്ട് വെളുത്തുള്ളിയും കുനുകുനാന്നരിയണം. പിന്നെ കുറച്ചിലിയം നമ്മുടെ കുരുമുളക് എടുത്തിട്ട് പൊടിച്ച് വെക്കണം. ഓക്കെ, ഫ്രഷായിട്ടാവുമ്പോൾ അതിൻ്റെ രുചി കൂടും. ഓക്കെ, നമുക്കിത് ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്കിതിൻ്റെ ഗ്യാസൊക്കെ ഒന്ന് ഓൺ ചെയ്ത് തവ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഓക്കെ, ഈ ചൂടായ ചീൻചട്ടിയിലേക്ക് നമ്മൾ ആദ്യം മുളകിട്ട് കൊടുക്കുന്നു. പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ദെൻ നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം. ഈ ചൂടായ നമുക്കിത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക്. ഓക്കെ, ഞാൻ ഇവിടെ ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഇരുന്ന് അതൊന്ന് ആദ്യം നമുക്കൊന്ന് വേവാൻ വേണ്ടി വെക്കാം. ഓക്കെ, നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവാൻ വേണ്ടി വെക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി നോക്കാം, വെന്തോന്ന് നോക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി നോക്കണം. ഓക്കെ, വെന്തില്ല, ഇച്ചിരി കൂടെ അതൊന്ന് ഇരുന്ന് വേവട്ടെ. ഓക്കെ, നമ്മുടെ ഇതിപ്പം വെന്തിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഒരു ബട്ടർ അങ്ങോട്ടിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, ഇതിൻ്റെ കറിയുടെ രുചി നമുക്ക് അറിയണമല്ലോ. ഓക്കെ, നമുക്കറിയാം എന്താകൂന്ന്. എല്ലാവരും പറയുന്നു നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ചോറിനോട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇട്ട്, ഗ്രീൻ ചില്ലി ഇട്ടു, പച്ചമുളക് ഇട്ടു, ചീസ് ഇട്ടു. ഓക്കെ, ഈ ഡിഷിൻ്റെ പേരെന്താണ്? ഇമാദാഷി. ഇമാദാഷി എന്ന് വെച്ചാൽ എന്താണ്? ഇമ എന്ന് വെച്ചാൽ മുളക്, ദാഷി എന്ന് വെച്ചാൽ എന്താണ് നേരം? ചീസ്. ഓക്കെ, ഇതിൽ നമ്മൾ ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കണം. ഓക്കെ, നമുക്കിനി ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം. ഓക്കെ, ഞാനൊരു ശകലം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി കഴിച്ച് നോക്കാം. ചോറിനോടൊപ്പം എങ്ങനെ ഇരിക്കുമെന്ന് കാണണ്ടേ? നല്ലതാണോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കുമെന്ന്. ഇമാദാഷിയെ ഞാനൊരു ബൗളിൻ്റെ അകത്തോട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചോറിനോടൊപ്പം കഴിച്ച് നോക്കാം. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയുള്ളൂ, കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ. അപ്പോൾ ഒന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം ടേസ്റ്റ് എങ്ങനെ ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെടണ്ടേ. നമുക്കപ്പം ചെയ്ത് നോക്കാം. ആദ്യം കുറച്ച് ഇമാദാഷി ഇങ്ങോട്ട് എടുത്ത് പ്ലേറ്റിൻ്റെ സൈഡിലേക്ക് ചോറിലോട്ട് അങ്ങോട്ട് ഇട്ട് ഓക്കെ ചെയ്ത് നോക്കാം. എനിക്ക് മുളക് ഞാൻ തിന്നാറില്ല. ഓക്കെ, കഴിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ നീര് മാത്രം ഞാൻ എടുക്കും. ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ലതാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. കൊള്ളാം, നല്ല രസമുണ്ട്. മീൻസ് ഒരു ചൈനീസ് ഫുഡിൻ്റെയൊക്കെ ഒരു രസം, ഒരു ടേസ്റ്റ്, നല്ല രസമുണ്ട്. നമുക്ക് ചോറിനോടൊപ്പമൊക്കെ കഴിക്കാം. പെട്ടെന്നൊരു റെസിപ്പി നമുക്ക് ഉണ്ടാക്കാൻ, ഈ സാധനങ്ങളെല്ലാം വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. നല്ല രുചിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്.
സൂപ്പർ സൂപ്പർ. ഒരു പ്ലേറ്റ് ചോറ് പെട്ടെന്ന് ഇറങ്ങിപ്പോവും. നല്ല ചൂട് ചോറും നല്ല എന്തുവാ ഇമാദാഷി റെസിപ്പി. നല്ല രസം, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് കൊണ്ട്, ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റാണ്. ഞാനിന്നൊരു ശകലം ഉണ്ടാക്കിയുള്ളൂ, കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പം ഇത് എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. ഓക്കെ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ ബൈ.